മധുങ്കൾ ഓ ഒരു എവർഗ്രീൻ പാട്ടായാലോ? തീർച്ചയായിട്ടും ആവാം അല്ലേ? വേണം വേണം. അതെ, എല്ലാരും നോക്കിയിരിക്കുന്ന റൗണ്ടാണ് നമ്മുടെ എവർഗ്രീൻ റൗണ്ട് എന്ന് പറയുന്നത്. അതിൽ പെർഫോം ചെയ്യാനായിട്ട് ഒരു എവർഗ്രീൻ ആയിട്ടുള്ള ആളാണ് വരാൻ പോകുന്നത്. ലെറ്റ്സ് വെൽക്കം നമ്മുടെ സാംസോണി ഓൺ സ്റ്റേജ്. കാർഗോസ് ആണോ ഇട്ടിരിക്കണേ? ഓക്കെ, പക്ഷെ നല്ല സ്മാർട്ട് ആയിട്ടുണ്ട്. അതെ, സ്മാർട്ട് ആയിട്ടുണ്ട്, സ്റ്റൈൽ ആയിട്ടുണ്ട് കാണാൻ. അത് ഒരേ സമയം ജീൻസും കൂടെയാണല്ലേ? അതെ അതെ, ജീൻസ് കാർഗോ ജീൻസ്. കാർഗോ ജീൻസ്. വെരി നൈസ്, വെരി നൈസ്. പക്ഷെ പാടാനാണെന്ന് തോന്നുന്നില്ല, അതാണ് ഒരു പ്രശ്നം. പക്ഷെ രസമുണ്ട്. നമ്മൾ അങ്ങനെ ഒന്നും ഒരു വേഷ പകർച്ചയൊന്നും വേണ്ട അല്ലേ? അതെ, നമുക്ക് പാട്ടാണ് വേണ്ടത് അല്ലേ? അല്ലെ ക്യാപ്റ്റൻ? വരുന്നു, വൃത്തിയായി പാടുന്നു, നല്ല മാർക്ക് മേടിക്കുന്നു, തിരിച്ചു പോകുന്നു. അതാണ് സാം കുട്ടന്റെ സ്ഥിരമായിട്ടുള്ള ഒരു രീതി. ജെന്റിൽമാൻ. അതെ അതെ. അപ്പോ പാട്ടിലെ ഡീറ്റെയിൽസ്: ലിറിക്സ് ശ്രീകുമാരൻ തമ്പി സാറ്, മ്യൂസിക് MS വിശ്വനാഥൻ സാറ്, മൂവി ചന്ദ്രകാന്തം, ഇയർ 1974. അതെ, പി ജയചന്ദ്രൻ. അതെ അല്ലേ? ജയേട്ടന്റെ പാട്ട് കേൾക്കാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ എപ്പോഴും കൊതിയാണ്. നിനക്ക് പറ്റിയ പാട്ടാ കേട്ടോ. ഓക്കെ, ഓൾ ദി ബെസ്റ്റ് മോനെ. താങ്ക് യു. All the best. താങ്ക് യു. രാജീവനയനേ നീയുറങ്ങൂ, രാഗവിലോലെ നീയുറങ്ങൂ. രാജീവനയനേ നീയുറങ്ങൂ, രാഗവിലോലെ നീയുറങ്ങൂ. ആയിരം ചുംബന സ്മൃതി സുമങ്ങൾ ആദരത്തിൽ ചാർത്തി നീയുറങ്ങൂ. ആയിരം ചുംബന സ്മൃതി സുമങ്ങൾ ആദരത്തിൽ ചാർത്തി നീയുറങ്ങൂ. ആദരത്തിൽ ചാർത്തി നീയുറങ്ങൂ. രാജീവനയനേ നീയുറങ്ങൂ, രാഗവിലോലെ നീയുറങ്ങൂ. എൻ പ്രേമഗാനത്തിൻ ഭാവം നിന്നീലക്കൺപീലിയായി. എൻ പ്രേമഗാനത്തിൻ ഭാവം നിന്നീലക്കൺപീലിയായി. എൻ കാവ്യശബ്ദാലങ്കാരം നിന്നാവിൽ കിളിക്കൊഞ്ചലായി. നിന്നാവിൽ കിളിക്കൊഞ്ചലായി. ആരീരരോ 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 ആരീരരോ. രാജീവനയനേ നീയുറങ്ങൂ, രാഗവിലോലെ നീയുറങ്ങൂ. ഉറങ്ങുന്ന ഭൂമിയെ നോക്കി ഉറങ്ങാത്ത നീലാംബരം പോ. ഉറങ്ങുന്ന ഭൂമിയെ നോക്കി ഉറങ്ങാത്ത നീലാംബരം പോ. അഴകേ നിൻ കുളിർമാല ചൂടി അരികത്തുറങ്ങാതിരിക്കാം.
രാരിരരാരോ രാരിരരോ രാരിരരാരോ രാരിരരോ. നൈസ് മോനെ, നൈസ് നൈസ്. സൂപ്പർ. താങ്ക് യു. സാം കുട്ടാ, എന്തോ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടൊരു പാട്ടാ ജയേട്ടൻ പാടിയതില്. ജയേട്ടന്റെ എല്ലാ പാട്ടുകളും ഇഷ്ടമാണ്. തൊട്ടതെല്ലാം പൊന്നാക്കിയ ഒരു ഗായകനാണ്. അതെ ഭൂരിഭാഗം പാട്ടുകളും ഹിറ്റല്ലേ? അതെ അതെ. അപ്പോൾ അങ്ങനെയുള്ള ജയേട്ടൻ പാടിയൊരു പാട്ട് ഇവിടെ കൊണ്ട് പാടിയതിന് ആദ്യം തന്നെ ഒരു നന്ദി ഞാൻ അറിയിക്കുകയാണ് അങ്ങോട്ടേക്ക്. താങ്ക് യു ചില ഭാഗങ്ങളൊക്കെ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. താങ്ക് യു. പ്രത്യേകിച്ച് എൻ കാവ്യ ശബ്ദാലങ്കാരം എന്നാവിൽ കിളിക്കൊഞ്ചലായി ആരിരാരോ അനുപല്ലവി, അഴകേ നിൻ കുളിർമാല ചൂടിയ ചരണം, ആ ചൂടി ഒക്കെ നന്നായിരുന്നു. ആ ചൂടി എന്ന് പാടിയില്ലേ, നന്നായിരുന്നു. ചരണത്തിലെ ആരിരാരോ ഒക്കെ വളരെ നന്നായിരുന്നു കേട്ടോ. പിന്നെ പല്ലവിയില് 1000 ചുംബന സ്മൃതി സുമങ്ങൾ, അതിന്റെ സംഗതിക്ക് ഒരു മെക്കാനിക്കൽ ഇതായിപ്പോയി. ഒന്നൊന്ന് അത് ഫ്ലോയിൽ വരണം. ഓക്കെ ഓക്കെ. ഈ അനുപല്ലവി കഴിഞ്ഞിട്ട് വന്ന രാജീവ നയന എന്നുള്ള അതും ഒരു വെറൈറ്റിയിൽ ചേഞ്ചിലല്ലേ പാടിയത്. അതും ഒരു ഫ്ലോ മെക്കാനിക്കലായി പോകുന്നുണ്ട് സംഗതികള്. അത് ഫ്ലോയിൽ വരണം. ഓക്കെ. അതാണ് ഞാൻ മിസ് ചെയ്യുന്നത്. പിന്നെ എൻ പ്രേമ ഗാനത്തിൻ ഭാവത്തിന്റെ സംഗതി, പ്രേമഗാനം കുറച്ച് ഫ്ലാറ്റ് ആവുകയും ചെയ്തു. പ്രത്യേകിച്ച് രണ്ടാമത്തെ കേട്ടോ, ഭാവത്തിന്റെ സംഗതി രണ്ടാമത്തെ, എൻ പ്രേമഗാനത്തിൽ ആദ്യത്തെ ശ്രുതി, ഇതൊക്കെയാണ് എനിക്ക് തോന്നിയത്. അപ്പൊ എനിക്ക് ആ സംഗതി 1000 ചുംബന സ്മൃതി ചുംബനങ്ങൾ ഒന്ന് പാടി കേൾക്കട്ടെ. 1000 ചുംബന സ്മൃതി സുമങ്ങൾ സ്മൃതി സുമങ്ങൾ അപ്പൊ അതൊന്ന് ഫ്ലോയിലാക്കിയാൽ മതി കേട്ടോ. അത് അങ്ങനെ അത്ര ഇങ്ങനെ എടുത്തു കാണിക്കണ്ട ആ സംഗതി. ഒരു ഒഴുക്കിലാണ് വരേണ്ടത് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഭാവം, എൻ പ്രേമഗാനത്തിൻ ഭാവം രണ്ടാമത്തെ, എൻ പ്രേമഗാനത്തിൻ ഭാവം, അതും ഈ പറഞ്ഞ പോലെ ഫ്ലോയിൽ വരണം. അതിന്റെ ആ ഫ്ലോ മിസ്സായി പോകും. ആ സംഗതി അങ്ങനെ എടുത്ത് കാണിക്കണ്ട, ഇങ്ങനെ എടുത്തെടുത്ത് കാണിക്കണ്ട, അതാണ് ഉദ്ദേശിച്ചത് കേട്ടോ. അപ്പൊ ബാക്കി എനിക്ക് ഇഷ്ടപ്പെട്ടു. നമ്മുടെ ജയേട്ടനെ വിളിക്കുന്ന പേരെന്താ സാധാരണ എല്ലാരും വിശേഷിപ്പിക്കുന്ന പേരെന്താ? ഭാവഗായകൻ. അത് എന്തുകൊണ്ടാണ് അങ്ങനെ വിളിക്കണേ? പാട്ടില് ഏറ്റവും കൂടുതൽ ഭാവം കൊടുത്ത് പാടുന്നൊരു ഗായകൻ ആയതുകൊണ്ടാണ് അങ്ങനെ ഒരു പേര് വന്നത്. ജയേട്ടൻ കൊടുക്കുന്ന ഭാവത്തിനൊരു പ്രത്യേകതയുണ്ട്. പാടുന്ന പാട്ടുകൾക്കും ഉപയോഗിക്കുന്ന സംഗതികൾക്കും എല്ലാം ഒരു പ്രത്യേകതയുണ്ട്. അത് ആർക്കും അങ്ങനെ ഇമിറ്റേറ്റ് ചെയ്യാനോ ഫോളോ ചെയ്യാനോ ഒത്തിരി ബുദ്ധിമുട്ടാണ് ജയേട്ടന്റെ പാട്ടുകൾ പ്രത്യേകിച്ച് കേട്ടോ. ഓക്കെ. എന്തായാലും ചില ഭാഗങ്ങൾ ഞാൻ പറഞ്ഞല്ലോ ഇഷ്ടപ്പെട്ടു. ഇത് ഇനിയും നന്നായിട്ട് പാടാൻ പറ്റും. കുറച്ചും കൂടി ഒന്ന് മെച്യൂരിറ്റി ആയി, കുറച്ചുകൂടി വലുതായി കഴിയുമ്പോൾ കുറച്ചും കൂടി നന്നായിട്ട് പ്രാക്ടീസ് ചെയ്താൽ ഒന്നുകൂടി പാടാൻ പറ്റും നന്നായിട്ട്. ഓക്കെ. ജേട്ടൻ ഭാവഗായകൻ എന്ന് പറയുമ്പോൾ എനിക്ക് തോന്നുന്നത് നമ്മുടെ സാംസങ് സോണിയെ പാവം ഗായകനാണ്, ജെന്റിൽമാൻ ഗായകനാണ് അല്ലേ? ഒരു ബ്യൂട്ടിഫുൾ വോയിസ് ആണ്. ഇങ്ങനെ നമ്മളെ ഇങ്ങനെ തഴുകി തലോടി കൊണ്ടുപോകുന്ന ഒരു ശബ്ദത്തിന്റെ ഉടമയാണ് നമ്മുടെ കുട്ടൻ. സംശയമില്ലാത്ത കാര്യമാണ്. ഈ പാട്ടിന്റെ സെലക്ഷനാണ് എനിക്ക് ഏറ്റവും അധികം ഇഷ്ടപ്പെട്ടത് കേട്ടോ. ഈ പാട്ടിനൊരു വലിയ പ്രത്യേകതയുണ്ട്. എന്താ വെച്ചാ, നമ്മളിപ്പോ ലല്ലബായ് എന്ന് പറയുന്ന താരാട്ടുപാട്ട് സാധാരണ അമ്മ മകനെ ഉറക്കും അല്ലെങ്കിൽ മകളെ ഉറക്കും അല്ലേ? ഇപ്പൊ ലാലി ലാലി എന്നുള്ള പാട്ടിലാണെങ്കിൽ അങ്കിൾ ചെയ്തപ്പോഴത്തേക്കും ഈ വയറ്റിന്റെ ഉള്ളിൽ ഉള്ള കുഞ്ഞിന് വേണ്ടി ഒരു താരാട്ട് പാട്ടാണ്. ഇതിപ്പോ എന്താ വെച്ചാ കാമുകൻ കാമുകിക്ക് വേണ്ടി പാടുന്ന റൊമാൻറ്റിക് സ്പർശമുള്ള പാട്ടാണ്. അപ്പൊ എന്താ വെച്ചാ അങ്ങനെ ഉറക്കണമെങ്കിൽ ശബ്ദം കൂട്ടിയാ എണീക്കത്തില്ലേ? അപ്പൊ പതുക്കെ ആയിരിക്കും പാടേണ്ടത്. ഒരു മിതത്വം പാലിക്കണം. മേളിലോട്ടുള്ള പോർഷൻസ് ഉണ്ട്, അതെല്ലാം ഇങ്ങനെ വിടർന്നു പോകാൻ പാടില്ല, ബ്ലാസ്റ്റ് ചെയ്യാൻ പാടില്ല, അതൊക്കെ ഒതുക്കണം. അപ്പോ കാമുകന്റെ ഉള്ളിലുള്ള മൊത്തം ആ പ്രണയത്തിന്റെ പ്രേമത്തിന്റെ ഒരു ഭാഷ എന്നുള്ളത് അതിങ്ങനെ ഒതുങ്ങി കൂടി ഈ പാട്ട് കഴിയുമ്പോഴത്തേക്കും രാജീവ് നയന ഉറങ്ങണം അല്ലേ? അതല്ലെങ്കിൽ ഈ പാട്ടുകൊണ്ട് കാര്യമില്ലല്ലോ. അതാണ് തമ്പി സാറിന്റെ ഗ്രേറ്റ്നെസ് എന്ന് പറയുന്നത്. അവിടെ നമുക്ക് നമസ്കരിച്ചേ പറ്റൂ. ഇപ്പൊ രാജീവ് ജേട്ടൻ പാടിയതിന്റെ പ്രത്യേകതകളാണ് ഞാൻ പറയുന്നത്. രാജീവ നയനേ, അത് രാജീവ് വന്നാ പോയി, അത് വരണം. പാടിയേ. രാജീവ നയനേ നീയുറങ്ങൂ, രാഗവിലോലെ നീയുറങ്ങൂ. അടുത്ത് 1000 ചുംബന സ്മൃതി. അതില് ചുംബന എന്ന് പറഞ്ഞാൽ
ആ ചുംബനം പോയില്ലേ, ആ ഇടി കൊടുക്കണ പോലെ ഇരിക്കും. ആ ഇങ്ങനെ പതിയല്ലേ ഉമ്മ കൊടുക്കണേ. ഞാൻ ഇപ്പൊ ഒരു ഉമ്മ വരുവേ എന്ന് പറഞ്ഞാ അത് പ്രശ്നമല്ലേ. ആ ചുംബനം ചുംബനം പോരട്ടെ. ആയിരം ചുംബന സ്മൃതി സുമങ്ങൾ, ആ സംഗതി കൊടുക്കണം. സ്മൃതി സുമങ്ങൾ ആ ആധരത്തിൽ ചാർത്തി നീയുറങ്ങൂ. ആയിരം അതാണ്, അങ്ങനെയാണ് വേണ്ടത്. യെസ്. അപ്പൊ അരുമയാണ്. ആ അപ്പൊ ഇങ്ങനെ പാടിക്കഴിഞ്ഞാൽ ഉറങ്ങും കേട്ടോ, അതിന് സംശയമില്ല കേട്ടോ. അപ്പൊ ഈ പാട്ട് താരാട്ട് പാട്ടാണ്. അപ്പൊ ആ രീതിയിൽ അത് കാണണം. ജേട്ടൻ പാടിയിരിക്കുന്നത് അങ്ങനെയാണ്. അതാണ് ആ പാടിയിരിക്കുന്നതിന്റെ ഗ്രേറ്റ്നെസ് എന്ന് പറഞ്ഞാൽ. ജേട്ടന് മാത്രം സാധിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. ജേട്ടൻ പാടിക്കുന്ന പോലെ വേറെ ഒരാൾക്കും ഈ ലോകത്ത് പാടാൻ പറ്റാത്ത രീതിയിൽ അത് പാടി വെച്ചിരിക്കുകയാണ്. പക്ഷെ നമുക്ക് ട്രൈ ചെയ്യാം. സാം കുട്ടന്റെ നല്ലൊരു ട്രൈ ആണ്. അതാണ് മീനുകൂടാ. എന്തോ ജേട്ടൻ എന്ന് പറയുമ്പോഴത്തേക്കും ജേട്ടൻ സ്വന്തം മകനായിട്ട് സ്നേഹിച്ച ഒരാൾ ഇവിടെ ഇപ്പുണ്ട്. അതാണ് ലിജോ കുട്ടൻ, ഡോക്ടർ ലിജോ. ഓരോ പാട്ട് ഇങ്ങനെ പാടിക്കൊണ്ടിരിക്കുമ്പോഴും കമന്റ്സ് പറയുമ്പോഴും ചേട്ടൻ ഫുൾ ടൈം അവിടെ കരഞ്ഞുകൊണ്ടേ ഇരിക്കുക. ഞാൻ ആദ്യം വിചാരിച്ചു, എനിക്ക് മനസ്സിലായില്ല. ഇപ്പൊ എം ജെ ഞങ്ങൾ പറയുമ്പോഴാണ് ഇത്ര അടുപ്പവും കാര്യങ്ങളും ഒക്കെ നമ്മളും അറിയുന്നത്. എന്തെങ്കിലും മെമ്മറീസ് എന്തെങ്കിലും നമ്മളടുത്ത് ഷെയർ ചെയ്യാമോ? ജയചന്ദ്രൻ സാറിനെ പറ്റി പറയുകയാണെങ്കിൽ, ഈ പാട്ട് ഞാനിങ്ങനെ ഇരുന്ന് കേട്ടപ്പോൾ ശരിക്കും എൻ്റെ വീട്ടിൽ വന്നിട്ട് ഞാൻ ഇപ്പോൾ മധുവിനും ജയേട്ടനും അയച്ചു കൊടുത്തിട്ടുണ്ട് ആ വീഡിയോ. ഇവിടെ ഇരുന്ന് കേട്ടപ്പോൾ എൻ്റെ ഫോണിലുണ്ടായത്. ദൈവനിയോഗം പോലെ എൻ്റെ അടുത്ത് വന്നുപെട്ട ഒരാളാണ് ജയചന്ദ്രൻ സാറ്. എന്നെ മകനെ പോലെ സ്നേഹിക്കും. സാറിന് ആവശ്യമായ ഒരു നേരത്താണ് ഞാൻ സാറിനെ കണ്ടുമുട്ടിയത് ജീവിതത്തിൽ. എപ്പോഴും വണ്ടി ഓടിച്ച് എൻ്റെ വീട്ടിൽ വരും. ഒരുപാട് നേരം എൻ്റെ വീട്ടിലും ആശുപത്രിയിലും സമയം ചെലവഴിക്കും. രാവിലെ വന്ന വൈകിട്ടൊക്കെ പോവുക. ഒരു ദിവസം ഞാനിങ്ങനെ പെട്ടെന്ന് എനിക്ക് കഫ് സിൻകോപ്പ് വന്നിട്ട് ഞാൻ ഓർമ്മ പോയി വീണു. എനിക്ക് എൻ്റെ ലെഫ്റ്റ് സൈഡ് പോയി ഇടിച്ചിട്ട് ഭയങ്കര എഡിമയൊക്കെ വന്നു. അപ്പോൾ സാറ് ഇതറിഞ്ഞപ്പോൾ കാണാൻ വന്നു. എന്നെ കാണാൻ വന്ന് എൻ്റെ ഇവിടെ ഫുള്ളിങ്ങനെ വെറുത്തിരിക്കുകയാണ്. അപ്പോൾ ആൾക്ക് ഭയങ്കര വിഷമായി, കണ്ണൊക്കെ നിറഞ്ഞ് കുറേ നേരം വീട്ടിലിരുന്നിട്ട് പോണതിന് മുമ്പ് എന്നോട് പറഞ്ഞു, നിനക്ക് ഞാൻ സമ്മാനമായിട്ടൊരു പാട്ട് പാടിത്തരാം, നീ ഇത് മൊബൈലിൽ ഷൂട്ട് ചെയ്യണം, എന്നിട്ട് ഞാൻ ഈ ലോകത്തുനിന്ന് പോയാൽ നീ അത് കാണണം. രാഗവിലോലെ നീയുറങ്ങൂ. ആയിരം ചുംബന സ്മൃതി സുമങ്ങൾ അധരത്തിൽ ചാർത്തി നീയുറങ്ങൂ. അധരത്തിൽ ചാർത്തി നീയുറങ്ങൂ. രാജീവയനേ നീയുറങ്ങൂ. രാഗവിലോലെ നീയുറങ്ങൂ. ഉറങ്ങുന്ന ഭൂമിയെ നോക്കി ഉറങ്ങാത്ത നീലാംബരം പോൽ. ഉറങ്ങുന്ന ഭൂമിയെ നോക്കി ഉറങ്ങാത്ത നീലാംബരം പോൽ. അഴകേ നിൻ കുളിർമാല ചാർത്തി അരികത്തുറങ്ങാതിരിക്കാം. രാരീരരോ 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 രാരീരരോ. രാജീവനയനേ നീയുറങ്ങൂ. രാഗവിലോലെ നീയുറങ്ങൂ. ആയിരം ചുംബന സ്മൃതി സുമങ്ങൾ അധരത്തിൽ ചാർത്തി നീയുറങ്ങൂ. അധരത്തിൽ ചാർത്തി നീയുറങ്ങൂ. രാജീവനയനേ നീയുറങ്ങൂ. രാഗവിലോലെ നീയുറങ്ങൂ.
അപ്പോൾ ജേട്ടൻ എന്നോട് പറയാറുണ്ട്, ലിജോ എൻ്റെ മകനാണ് എന്ന് പറയാറുണ്ട് എപ്പോഴും. അവസാനം ജേട്ടൻ എന്നോട് സംസാരിക്കുന്നത് ഹോസ്പിറ്റൽ ബെഡിൽ നിന്നാണ്. ആ സമയത്ത് ലിജോ കുട്ടനടുത്ത് പറയാണ്, എനിക്ക് അവനോട് സംസാരിക്കണം, കുട്ടനോട് സംസാരിക്കണം എന്ന് പറഞ്ഞിട്ടാണ് വീഡിയോ കോൾ വിളിക്കാൻ വീഡിയോ കോൾ വീഡിയോ കോൾ വിളിച്ചു. അവസാനമായിട്ട് സംസാരിക്കുന്ന അങ്ങനെ. ഇവിടെ ഇരിക്കുന്ന രണ്ടുപേരെ പറ്റി എന്നോട് പറയും. ഒന്ന് ചേട്ടനെ പറ്റിയും പിന്നെ മധുവിനെ പറ്റിയും. മധുവിനെ ഭയങ്കര ഇഷ്ടമാണ്. കാരണം മധു ഒരുപാട് സംസാരിക്കും, ഭയങ്കര ആക്റ്റീവായിട്ട് ജയേട്ടൻ്റെ ഇഷ്ടങ്ങൾക്കും ജയേട്ടൻ്റെ രീതിയിലും വളരെ ജോവിയലായിട്ട് സംസാരിക്കും. എപ്പോഴും എന്നോട് പറയും മധു ഭയങ്കര സ്ട്രെയിറ്റ് ഫോർവേഡാണ്. ഞാനത് വേറെ ഒന്നിനും വേണ്ടി പറയണതല്ല, സത്യമായിട്ടുള്ളൊരു കാര്യം. ഇപ്പോൾ ഈ മോൻ പാടണ കേട്ടപ്പോൾ എനിക്ക് സാറിൻ്റെ പ്രസൻസ് ആണ് ഈ ഒരു ഫ്ലോറിൽ എനിക്ക് ഫീൽ ചെയ്തത്. അത് കാരണം ഞാൻ പെട്ടെന്ന് ഇമോഷണൽ ആയിപ്പോയി. എൻ്റെ അച്ഛൻ തന്നെയാണ്. തീർച്ചയായിട്ടും നമുക്ക് ഓരോ കാലഘട്ടങ്ങളിലും ഓരോ പാട്ടുകാർ നമുക്കുണ്ടാവും, അല്ലെങ്കിൽ കലാകാരന്മാരുണ്ടാവും. അവരുടെ ഒരു സിഗ്നേച്ചർ ഇവിടെ ഇട്ടിട്ട് പോയി കഴിഞ്ഞാൽ ഒരു കാരണവശാലും നമുക്ക് എത്ര കാലം കഴിഞ്ഞാലും അത് അവിടെ തന്നെ മായാതെ കിടക്കും. സിഗ്നേച്ചർ അതുപോലെ അതുപോലെ ഉണ്ടാവും. അങ്ങനെയാണ് ജേട്ടന്റെ പിന്തുടർച്ചക്കാരൻ എന്നുള്ള രീതിയിൽ മധുബാലകൃഷ്ണൻ അടുത്ത കാലഘട്ടങ്ങളിൽ അതുപോലത്തെ ഒരു വലിയ സിഗ്നേച്ചർ ഇടുന്ന ഒരാളാവും എന്നുള്ളതാണ് എന്റെയും സ്വപ്നം. അതിന്റെ വഴിയെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് മധു. അത് ഒത്തിരി സ്നേഹത്തോടു കൂടിയാണ് പറയണേ ഈ സമയത്ത്. മധുവിനെ പറ്റി കൂടെ പറഞ്ഞുകൊണ്ടാണ് ഞാനത് പറയുന്നത്. തീർച്ചയായിട്ടും അത് ഉറ്റു നോക്കുന്ന മ്യൂസിക് കമ്പോസറുമാണ്, ചേട്ടനുമാണ്. അപ്പൊ ആ രീതിയിലാണ്. അപ്പോൾ ഇതൊക്കെ വഴിയെ കൂടെ വന്നു പോയ കാര്യങ്ങളാണ്. അപ്പൊ ജേട്ടന്റെ പ്രസൻസ് ഇവിടെ ഉണ്ട്. അപ്പൊ ജേട്ടൻ കേട്ടിരുന്നെങ്കിൽ ജേട്ടനും ഇഷ്ടപ്പെട്ടേനെ കേട്ടോ. തീർച്ചയായിട്ടും കേട്ടോ. അടുത്തേക്ക് വിളിച്ചാനേ ഇപ്പോ. അതെ. സാം കുട്ടാ, എന്തോ നല്ല മിടുക്കനായിട്ട് പാടി കേട്ടോ. ഒരുപാട് പുതിയ പുതിയ ടെക്നിക്സ്, പുതിയ പുതിയ സംഗതികൾ, പുതിയ പുതിയ റൂട്ടുകളൊക്കെ സാം കുട്ടൻ ഇങ്ങനെ പഠിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നത് ഇങ്ങനെ കേൾക്കാം ഈ പാട്ടിലെ കൂടെ. ഈ പാട്ടിന്റെ പല വരികളിലും കൂടെ, പല സംഗതികളിലെ കൂടെ ഒക്കെ ആ ഒരു പഠനത്തിന്റെ ഒരു പ്രോസസ്സ് നമുക്കിങ്ങനെ കാണാം. അപ്പം സാം കുട്ടൻ ആ ഒരു റൂട്ടിലാണ്, ആ ഒരു വഴിയിൽ ഇങ്ങനെ മുന്നോട്ട് ഇങ്ങനെ നീങ്ങിക്കൊണ്ടിരിക്കുക. അതിങ്ങനെ രസമായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. അപ്പം ഞാന് സാം കുട്ടന്റെ ആ ഒരു പല കാര്യങ്ങളും ടെക്നിക്കലായിട്ട് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് വന്നതിന് ഞാൻ സാം കുട്ടന്റെ ജേർണിയുടെ ഒരു ഭാഗമായിട്ടാണ് ഞാൻ അതിനെ കാണുന്നത്. അപ്പം ഇറ്റ്സ് സോ ബ്യൂട്ടിഫുൾ. സാമിന്റെ ആ ഒരു ആ ഇവോൾവ് ചെയ്ത് വരുന്നത് കാണാൻ വേണ്ടിയിട്ട് ഭയങ്കര രസമുണ്ട് സാം കുട്ട. എനിക്ക് ഭയങ്കര പ്രൗഡാവുന്നു അത് കാണുമ്പോഴത്തേക്ക് കേട്ടോ. ഈ പാട്ടില് ഈ പറഞ്ഞ പോലെ ടെക്നിക്കൽ ആസ്പെക്ട്സ് വരുന്നുണ്ട്. ഹയർ റേഞ്ച് വരുന്ന ഭാഗങ്ങളിൽ കുറച്ചും കൂടെ ഫീലും കൂടെ കൊടുത്തിട്ട് പാടേണ്ട ഭാഗങ്ങളും കൂടെ വരുന്നുണ്ട്. അപ്പം നമുക്ക് കുറച്ച് ഡൈനാമിക്സിലേക്കും ഫീലിലേക്കും കൂടെ കുറച്ചുകൂടെ ശ്രദ്ധിച്ചാൽ നല്ലതായിരുന്നു എന്ന് ഒരു സജഷൻ. ഓക്കെ, അതാണ് എനിക്ക് മെയിൻ ആയിട്ട് തോന്നിയത്. നീ ഒരു മിടുക്കനാണ് കേട്ടോ. അപ്പൊ ഓൾ ദ ബെസ്റ്റ് സാം കുട്ട. താങ്ക് യു. അപ്പൊ ഇന്ന് സാം കുട്ടന് കിട്ടിയിരിക്കുന്ന മാർക്ക് 97 out of 100. താങ്ക് യു. നമ്മൾ ഇനിയും കൂട്ടണം കേട്ടോ. ഒത്തിരി ഹാർഡായിട്ട് നമ്മൾ വർക്ക് ചെയ്യണം. ഓക്കെ, ടാറ്റാ. അതോങ്കൾ ഓ, ഇതെന്നാ പറ്റും? മുഖത്തൊരു ക്ഷീണം ഉണ്ടല്ലോ. എപ്പിസോഡ് നമ്മളിപ്പോ തുടങ്ങിയല്ലേ ഉള്ളൂ. എന്താന്നറിയില്ല, ഈ പ്രോഗ്രാംസും ഒക്കെ പോയിട്ട് വന്നിട്ട് ഉറക്കം ശരിയല്ല, എല്ലാം കൊണ്ടും ക്ഷീണമാണ്. രാവിലെ ഭക്ഷണമൊക്കെ കഴിച്ചു, പക്ഷെ എന്നാലും ക്ഷീണം പോണില്ല. മീനുട്ടിൽ അത്ര എനർജി കിട്ടുന്നില്ല. എന്താന്നറിഞ്ഞൂടാ. അതൊരു സീക്രട്ട് ആണ്. പക്ഷെ ഞാൻ വേണമെങ്കിൽ പറഞ്ഞുതരാം, 3 പേർക്കും പറഞ്ഞുതരാം. ഓക്കെ, നമ്മുടെ ഒരു നല്ല ദിവസത്തിന്റെ തുടക്കം ഒരു ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റിലൂടെ ആണെങ്കിൽ ആ ദിവസം ഫുൾ നമ്മൾ എനർജറ്റിക് ആയിരിക്കും. ലോകത്തിലെ നമ്പർ 1 ഓട്സ് ബ്രാൻഡ് ആയിട്ടുള്ള ക്വേക്കർ ഓട്സ് പ്രോട്ടീനും ഫൈബറും നല്ല കിഡിലും ടേസ്റ്റും ഒരുമിച്ച് നൽകുന്ന ഒരു ഹെൽത്തി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് ആണ്. ഇതിന്റെ ഓരോ 100 ഗ്രാമിലും 12 ഗ്രാം പ്രോട്ടീനും 33% ഫൈബറും അടങ്ങിയിട്ടുണ്ട്. ഇതുകൊണ്ട് നമ്മുടെ ഒരു ദിവസം മൊത്തം നമുക്ക് നല്ല എനർജിയോടെയും ആക്റ്റീവായിട്ടും ഇരിക്കാൻ പറ്റും. അതുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങനെ ചാടി ചാടി നടക്കുന്നത്. ഓ, അത് ശരി. എന്റെ മകളെ, എന്തോ എന്തോ ഈ ഹാർട്ട് ബ്രേക്ക് എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. അതെന്ന് പറഞ്ഞാൽ അത് അനുഭവിക്കുമ്പോൾ മാത്രമാണ് അതെന്താണെന്ന് അറിയാൻ പറ്റുന്നത്. സങ്കടം എന്ന് പറയുന്നത് ഒരു പ്രളയം പോലെ അങ്ങ് വരും. പിന്നെ കണ്ണുനീരെന്ന് പറയുന്നത് ഒരു മഴ പോലെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും, ഒരിക്കലും തീരാത്ത പോലെ. അപ്പൊ ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് എന്തിനെ കുറിച്ചാണ്? ബ്രേക്കപ്പ് അല്ലേ? അതെ, ബ്രേക്കപ്പ് അനുഭവസ്ഥന. ഇപ്പൊ എന്താ ഈ അവസരത്തിൽ എന്തിനാ ബ്രേക്കപ്പിനെ പറ്റി സംസാരിക്കുന്നതെന്ന് ഞാനിപ്പോ പാട്ടിനെ കുറിച്ച് ഇങ്ങനെ നോക്കിയപ്പോ, മംഗളം നേരുന്നു ഞാൻ മനസ്സുനി, മംഗളം നേരുന്നു ഞാൻ അലിഞ്ഞു ചേർന്നതിന് ശേഷം എൻ ജീവനിൽ
പിരിഞ്ഞു പോയി നീ എങ്കിലും ഇന്നും മംഗളം നേരുന്നു. അപ്പൊ ഈ ഒരു പാട്ടിന് അങ്ങനെ ഒരു എന്താണ് ആ ബ്രേക്കപ്പിന്റെ ഒരു പാട്ട് അന്നത്തെ കാലത്തെ. അപ്പൊ അതിനെക്കുറിച്ച് ഞാനിങ്ങനെ ഇപ്പൊ മംഗളങ്ങൾ അരുളും മഴനീർ കണങ്ങളെ, അതുപോലെ ഒരുപാട് ഇങ്ങനെ മംഗളം നേരുന്നുണ്ട് എന്ന് പറഞ്ഞാൽ ആള് പോയെങ്കിലും പിന്നെയും അയാൾക്ക് വേണ്ടി നല്ലത് ആലോചിക്കുന്നു, അയാൾക്ക് നല്ലത് മാത്രമാണ് വരേണ്ടത് എന്ന് പറയുന്നുണ്ടല്ലോ. നിറയുമീ ദുഃഖത്തിൻ ചുടുനെടുവീർപ്പുകൾ നിൻമുന്നിൽ തെന്നലായി ഒഴുകട്ടെ, ആ പുണ്യ ദാമ്പത്യ വർണ്ണ വല്ലരിയിൽ ആനന്ദ മുകുളങ്ങൾ ജനിക്കട്ടെ, ഇനിയും നിന്റെ ജീവിതത്തിൽ നന്മകൾ മാത്രം ഉണ്ടായിക്കൊണ്ടിരിക്കട്ടെ എന്ന് പറയുന്ന അല്ലെങ്കിൽ ആശംസിക്കുന്ന ഒരു കാമുകൻ. അതാണ് ഈ പാട്ടിലുള്ളത്. അത് വളരെ പ്രത്യേകതയുള്ളതാണ്. എല്ലാം നന്നായിരിക്കട്ടെ, എപ്പോഴും നന്നായിരിക്കട്ടെ, കാരണം അത്രയധികം ഞാൻ നിന്നെ പ്രണയിച്ചിരുന്നു എന്ന് പറയുന്ന കാമുകൻ. അപ്പൊ ആ രീതിയിലാണ്. ഇതുപോലെ ഒരു സംവൺ ലൈക്ക് യു എന്ന് പറഞ്ഞിട്ടൊരു പാട്ടുണ്ട് എഡീലിന്റെ. ഐ ഹേർഡ് ദാറ്റ് യു സെറ്റിൽ ഡൗൺ, ഐ ഹേർഡ് ദാറ്റ് യു ഫൗണ്ട് അനദർ പേഴ്സൺ എന്ന് പറഞ്ഞിട്ടൊരു പാട്ട്. ഏകദേശം ഇതുപോലെ ഒരു തീമാണ് വരുന്നത്. നെവർ മൈൻഡ്, ഐ ഫൈൻഡ് സംവൺ ലൈക്ക് യു എന്ന് പറഞ്ഞിട്ടൊരു പാട്ടുണ്ട്. അതെനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നു എം ജെ സാർ ഇത് പറഞ്ഞപ്പോ. അതാണ് ഏറ്റവും ജീവനായിട്ട് കാണുന്ന ആള് വേറൊരു വഴി പോകുമ്പോഴത്തേക്കും ആ ആൾക്ക് തോന്നുന്ന അഗാധമായ ദുഃഖമുണ്ട്. പക്ഷെ അതിൽ പോലും ആ ഇഷ്ടം കൊണ്ട്, സ്നേഹം കൊണ്ട്, പ്രണയം കൊണ്ട് അയാൾ ആഗ്രഹിക്കുന്ന ഒന്നേ ഉള്ളൂ, എന്ന് നന്നായിരിക്കുക എല്ലാം ഉള്ളിൽ നിന്ന് വരുന്ന കാര്യങ്ങളാണ് ഈ വരുന്നത്. ഉള്ളിനുള്ളിൽ അക്ഷരപ്പൂട്ടുകൾ ആരോ തുറന്നു. അങ്ങനെയുള്ള പാട്ടാണ് തമ്പി സാറിന്റെ. അത് ഇന്ന് പാടാൻ പോകുന്ന ആരാ? ഇന്ന് പാടാൻ പോകുന്നത് ഒന്നും ചോദിക്കണ്ടെന്ന് വെച്ചിട്ടല്ലേ വിഷയം മാറ്റി പെട്ടെന്ന് അതിലേക്ക് കൂടുതൽ നമ്മൾ കൂടുതൽ നമ്മൾ എന്തെങ്കിലും ചകഞ്ഞ് ചോദിച്ചാലോ, എന്തെങ്കിലും പറയേണ്ടി വന്നാലോ. സൈഡിലേക്ക് ആകെ ചോദിക്കാൻ ചാൻസ് മധുക്കളാ. ആ സൈഡിലേക്ക് നോക്കുന്നില്ല. ഈ പാട്ടിന് പാടാൻ ആരാണ്? പാർത്ഥിവല്ലേ? വെൽക്കം പാർത്ഥിവ് കുട്ടൻ ഓൺ സ്റ്റേജ്. സ്റ്റൈലൻ ഷർട്ടാണല്ലോ. മക്കളെ പാട്ടറിയാം, ഉഗ്രം പാട്ടാണ് കേട്ടോ, നല്ല ഉഗ്രം സെലക്ഷനാണ്. മ്യൂസിക് ജി ദേവരായ മാസ്റ്ററാണ്, പിന്നെ പാടിയിരിക്കുന്ന യേശുദാസ് സാറാണ്. ഈ സിനിമ ഏതാണ്? ഹൃദയമൊരു ക്ഷേത്രം. ഹൃദയമൊരു ക്ഷേത്രം. പക്ഷെ ഇത്രയും സന്തോഷം പാടില്ല കേട്ടോ ഈ പാട്ട് പാടുമ്പോ. മുഖമൊക്കെ ഇങ്ങനെ സങ്കടം പോലെ വെക്കണം. അപ്പൊ ഇങ്ങനെ പാടണം. എങ്ങനെ പാടണം പറഞ്ഞിട്ടാ. അലിഞ്ഞു ചേർന്നതിൻ ശേഷമൻ ജീവനിൽ പിരിഞ്ഞു പോയി നീ എങ്കിലും ഇന്നും മംഗളം നേരുന്നു ഞാൻ. അങ്ങനെ പാടണം. അല്ല പിന്നെ അവസാനം പോയത് നന്നായി. അവിടെ ഒരുപാട് സന്തോഷം. ഓക്കെ, അതിനൊരു പാടണേ. എനിക്ക് കുറച്ച് കാര്യങ്ങൾ ചോദിക്കാനുണ്ട്. ഓക്കെ. മംഗളം നേരുന്നു ഞാൻ മനസ്വിനി, മംഗളം നേരുന്നു ഞാൻ. അലിഞ്ഞു
മോനെ, വെരി ഗുഡ്. സർ. എന്റെ കുഞ്ഞി മകനെ, ഇന്ദു. നിനക്ക് എത്ര അധികം ടാലന്റ് തന്നിട്ടാണ് നിന്നെ ഇങ്ങോട്ട് വിട്ടിരിക്കണേ അവിടെ നിന്ന്. ആഹാ. അപ്പൊ ശരിക്ക് അവിടത്തേക്ക് ഒരു വലിയൊരു നമസ്കാരമുണ്ട്, അവനെ ഇങ്ങനെ നിറച്ചു വെച്ചിരിക്കുന്നതിൽ, ഒരുപാട് സംഗീതം നിറച്ചു വെച്ചിരിക്കുന്നതിൽ. അങ്ങനെയാണെങ്കിൽ മാത്രമാണ് ഇത്രയും ഇമോഷണൽ എക്സ്പ്രഷൻസ് കൊടുക്കാൻ പറ്റുന്നത്. ഒരു നോട്ട് എന്ന് പറയുന്ന ഒരു ഫ്രീക്വൻസിയാണ്. ഇപ്പൊ എ എന്ന് പറയുന്ന നോട്ട് ഇവിടെ 440 ഹെർട്സ് ഒരു ഫ്രീക്വൻസി, അതൊരു സൗണ്ടാണ്. ആ സൗണ്ടിന് ജീവൻ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പാട്ടുകാരൻ്റെ എന്തോ ഒരു എക്സ്പ്രഷനാണ്. അത് ലൈഫിന്റെ എക്സ്പ്രഷനാണ്, മ്യൂസിക്കിന്റെ എക്സ്പ്രഷനാണ്, ഇംപ്രഷൻസ് ആണ്. അതൊരു പാട്ടുകാരനെ കൊണ്ടുവരാൻ സാധിച്ചാൽ മാത്രമേ അത് പാടിയതായിട്ട് നമുക്ക് കരുതാൻ പറ്റൂ. അപ്പൊ നീ ഈ പാട്ട് പാടിയിട്ടുണ്ട്. അലിഞ്ഞു ചേർന്നതിൻ ശേഷമെൻ ജീവനെ പിരിഞ്ഞു പോയി എങ്കിലും ഇന്നും മംഗളം നേരുന്നു ഞാൻ. പണ്ട് ദേവരായ മാസ്റ്റർ ഇത് പാടി കേട്ട്, നേരിട്ട് അദ്ദേഹം ഹാർമോണിയം വെച്ചിട്ട് പാടി കേട്ടിട്ടുണ്ട് ഞാൻ. അപ്പോൾ അതിൻ്റെ ഓരോ ഏരിയയും അതെങ്ങനെയാണ് അദ്ദേഹം അത് കണ്ടെത്തിയത് എന്നുള്ളതിനെ കുറിച്ചുള്ള പറയാതെ പറയലായിട്ടുണ്ട് പലപ്പോഴും. അപ്പൊ അതുകൊണ്ട് എനിക്ക് കൂടുതൽ ഇതിനെക്കുറിച്ച് അത്രത്തോളം ഹൃദയാർദ്രമാണ് നിന്റെ പാട്ടെന്ന്. ഇന്നും ആ ജീവിത പൊന്മണി വീണയിൽ സുന്ദര, ആ സുന്ദര എന്ന് പാടിയത് കൊതിച്ചു പോയി കേട്ടോ. നെടുവീർപ്പുകൾ, അതിലിങ്ങനെ ഒരു മോഡുലേഷൻ കൊടുത്തില്ലേ, അച്ചുടു എന്നുള്ളത് നീ കൊടുത്ത ഒരു എക്സ്പ്രഷൻ ഉണ്ട്, അത് നോട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ആനന്ദമുകുളങ്ങൾ ജനിക്കട്ടെ, ആ ആനന്ദ മുകുളങ്ങൾ, അതില് എന്തോ ഒരു ഹോപ്പിന്, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ മീനുകുട്ട, ഒരു ഹോപ്പ് കൊടുക്കുന്ന പോലെ, പ്രാർത്ഥിക്കുന്ന പോലെ, അങ്ങനെ ഒരു ഫീല് അതിനകത്ത് ഉണ്ടായിരുന്നു. എവിടെയാണെങ്കിലും ആ എവിടെ എന്നെടുത്തത് എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടാ. അതൊക്കെ അവൻ വേണമെന്ന് വെച്ചാണ്, അവനെ അറിഞ്ഞുകൊണ്ടാണ് ഇത് ചെയ്യുന്നതെന്നുള്ളതാണ് കയ്യടി അവിടെ അർഹിക്കുന്നത്. ഡീറ്റെയിൽസ് അത്രയും ശ്രദ്ധിച്ച് പഠിച്ചിട്ടുണ്ട്. പക്ഷേ ഇതൊക്കെ ആണെങ്കിലും ഒരു കാര്യം എന്ന് പറഞ്ഞാൽ എന്റെ പ്രഷർ പിന്നെയും കൂട്ടിക്കൊണ്ടിരിക്കണുണ്ടേ. ഞാൻ ഇത്രയധികം പ്രഷർഡ് ആവണം എന്തിനെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇവൻ സ്റ്റേജ് വരുന്നോട്ട് അവസാനിപ്പിക്കുന്നവരെ എനിക്ക് പ്രഷറാണ്, എനിക്ക് പേടിയാ. അയ്യോ കുഞ്ഞാണേ, എന്നെ രക്ഷിക്കണേ, ഇവിടെ പോലെ ഇങ്ങനെ. അതുകൊണ്ട് ഞാൻ ഇപ്രാവശ്യം അവനെ നോക്കിയില്ല, ഞാൻ കണ്ണടച്ചിരുന്നു. അങ്ങനെയെങ്കിലും പ്രഷർ കുറയ്ക്കാന്ന്. നീ എന്റെ പ്രഷർ കൂട്ടുന്ന ആളാണേ. അപ്പോഴത്തേക്ക് വന്നു ഗ്ലൂം, അതാണ് ആദ്യം ആ ഗ്ലൂം വന്ന്. അപ്പൊ ഞാൻ വിചാരിച്ചു അയ്യോ എന്ത് രസമായിട്ട് പാടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ആ ഗ്ലൂം വന്നു. ശരി, അവസാനത്തേക്ക് വന്നപ്പോ എന്തായാലും എണിച്ചെന്ന് കൈയടിക്കാതിരിക്കാൻ പറ്റില്ല. അപ്പൊ എണിച്ച ഉടനെ ഒരു ഗ്ലൂം വന്നു. അപ്പൊ ഞാൻ എണിക്കുന്നില്ലടേ. മാത്രല്ല സത്യത്തില് ഞാൻ എണിച്ച് ഒരു വല്ലാത്ത അവസ്ഥയിലായി. അതാണ്. അപ്പൊ നമുക്ക് അത് ഇപ്പോഴും ഞാൻ പറയുന്നു, ആ ഗ്ലൂം വരാനായിട്ടുള്ള ഒരൊറ്റ കാരണമേ ഉള്ളൂ, നീ നിന്റെ ഉള്ളിൽ പ്രഷർ ഇടുന്നോണ്ടാണ്. വെളിയിൽ അവൻ ചിരിക്കുന്നുണ്ട്, പക്ഷെ ഉള്ളിൽ പ്രഷറുണ്ട്. ദ പ്രഷർ ടു പെർഫോം. പ്രഷർ ടു പെർഫോം അല്ല വേണ്ടത്, പ്ലഷർ ടു പെർഫോം ആണ് വേണ്ടത്. അപ്പൊ നമ്മുടെ പ്രഷർ ജസ്റ്റ് ഒന്ന് അതർ സൈഡിലോട്ട് തിരിച്ചു കഴിഞ്ഞാൽ, കോയിനെ അടുത്ത സൈഡിലോട്ട് തിരിച്ചു കഴിഞ്ഞാൽ അവിടെ പ്ലഷർ കണ്ടെത്താൻ പറ്റും. അപ്പൊ ഇനി എന്ത് വേണ്ട? എന്ത് വേണം? അപ്പൊ അതാണ് കൺസിസ്റ്റൻസി കൊണ്ടുവരണം. അതിന് സ്വന്തം പ്രഷർ ഇടരുത്. എന്ത് പ്രഷർ ഇല്ലാതെ എത്ര പ്ലഷറോടുകൂടിയാണ് നമ്മുടെ പ്രേക്ഷകര് പാർത്ഥിവനെ ഇങ്ങനെ അക്സെപ്റ്റ് ചെയ്യുന്നത്. അതാണ് കുട്ടുമണിക്കുട്ടനെ, അല്ലേ ക്യാപ്റ്റൻ? യെസ്, തീർച്ചയായിട്ടും. അത് ആ ഫീൽ ഇങ്ങോട്ടേക്ക് എത്തുക. എനിക്ക് ഒറ്റ വാക്കിൽ പറയുകയാണെങ്കിൽ ഇന്ന് എഫേർട്ട്ലെസ് ആയി പാടി. എഫേർട്ട്ലെസ്, അതാണ് ഞാൻ ഇത്രയും നേരം ഇങ്ങനെ എഫേർട്ട്ലെസ് ആയിരുന്നു. അതെ, ഞാൻ ഇങ്ങനെ മനസ്സിലിങ്ങനെ ആലോചിക്കുക എന്താണ് ആ കറക്റ്റ് ആ വാക്ക് എന്ന് എനിക്ക് കിട്ടിയില്ല. ഇപ്പൊ പെട്ടെന്ന് എംജെ സാർ പറഞ്ഞപ്പോഴേ എഫേർട്ട്ലെസ് ആയിരുന്നു. എസ്പെഷ്യലി ആ ഹയർ റേഞ്ചിലേക്ക് പോകുമ്പോഴത്തേക്ക് ഈസി ആയിട്ട് പാടി വരിക. കുട്ടുമണിയുടെ റേഞ്ച് അങ്ങനെ കിടക്കുക, ശബ്ദത്തിന്റെ ആ ഒരു റേഞ്ച്. ഞാൻ എപ്പോഴും പറയാറില്ലേ, കുട്ടുമണിയുടെ ആ ഒരു ഓറ ഇന്ന് വിസിബിൾ ആയിരുന്നു. ആക്ച്വലി ആ ഒരു റേഞ്ചിൽ ആ ഒരു നോട്ട് കറക്റ്റ് ഹിറ്റ് ചെയ്തപ്പോഴത്തേക്കും കുട്ടുമണി എന്താണെന്നുള്ളത് കേൾക്കാൻ പറ്റി.
ഇതിനു വേണ്ടി ഞാൻ പുതിയ ഒരു എക്സസൈസ് വീണ്ടും കണ്ടു. എന്താണത്? അത് സ്പൊറാനോസ്റ്റിക്കാറ്റോ. സ്പൊറാനോസ്റ്റിക്കാറ്റോ എന്താ കാണിച്ചേ നോക്കട്ടെ. ഇങ്ങനെ പറഞ്ഞ് ഫാൾസ് വോയിസിൽ തുടങ്ങും. ആ. എന്നിട്ട് അങ്ങനെ പതുക്കെ 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 നല്ല ഹൈയില് പോകും. അയ്യോ സംഭവം അത് കൊള്ളാട്ടാ. എഫക്റ്റീവ്, Yes. അടിപൊളിയായിട്ടുണ്ട്. കറക്റ്റ് നല്ല ഫലം കാണുന്നുണ്ട് എല്ലാത്തിനും കേട്ടോ. എനിക്ക് ഇന്ന് Thank you. ഏറ്റവും എന്നെ ഹാർഡ് വർക്കറാണ്. അതെ. അതിന് വേണ്ടിയിട്ട് ഫോക്കസ് ചെയ്ത് പഠിക്കുന്നുണ്ട്, Yes, dedication ഉണ്ട്, ഡീറ്റെയിൽസ് dedication. നോക്കുന്നുണ്ട്. അതെ, ഡെഡിക്കേറ്റഡ് ആണ്. അപ്പൊ കുട്ടുമണി എന്തായാലും ഒരു വിന്നറാണ് കേട്ടോ. മിടുക്കൻ. Thank you. നല്ല രസമുണ്ട് കേൾക്കാൻ വേണ്ടിയിട്ട്. താങ്ക് യു. എനിക്ക് ആകെ 2 ഗ്ലൂം വന്നു. അപ്പൊ ആദ്യത്തെ ഗ്ലൂം കഴിഞ്ഞപ്പോ ഞാൻ വിചാരിച്ചു പോട്ടെ, ഒരു ഗ്ലൂം അല്ലേ പോട്ടെ. അവസാനം നോക്കുമ്പോ അവസാനം ഒരു ഗ്ലൂം, കഷ്ടകാലത്തിനൊരു ഗ്ലൂം വന്നുപോയി കേട്ടോ. അത് മാത്രമാണ് ഇന്ന് എനിക്കൊരു വിഷമം. പിന്നെ ആ സസ്റ്റൈൻഡ് നോട്ട്സ് അവസാനം വരുമ്പോഴത്തേക്ക് അത് മനഃപൂർവ്വം ഇട്ടതാണോ? അത് ഫീലിന് വേണ്ടി ഫീലിന് വേണ്ടി ഇട്ടാണ്. ഡീറ്റെയിൽസ് ആണ്. ഡീറ്റെയിൽസ് ഒക്കെ അതിന് വേണ്ടിയിട്ട് നോക്കി പഠിച്ചു വരികയാണ് നമ്മുടെ കുട്ടുമണിക്കുട്ടി. പക്ഷെ അത് എക്സാജറേഷൻ പാടില്ല. എക്സാജറേഷൻ കുറച്ച് വന്നു സ്വല്പം. ആ കുറച്ചിരി പൊട്ടി. പൊടിക്ക് എക്സാജറേഷൻ ആണെങ്കിൽ അത് എക്സാജറേഷൻ ആണ്. ഈ ഒരു ഫീല് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അല്ലേ. പക്ഷെ എന്തായാലും എനിക്ക് കുട്ടുമണിയുടെ ഐഡിയയും ഇന്നത്തെ ഒരു പാടിയ ഒരു ആറ്റിറ്റ്യൂഡും ഒക്കെ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു കേട്ടോ. താങ്ക് യു. മിടുക്കനാണ്. ഇതുപോലെ തന്നെ മുന്നോട്ട് പോട്ടെ. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. മിസ്റ്റർ KMK. ആ കുട്ടുമണിക്കുട്ടൻ. കുട്ടൻ. ഓ KMK. അപ്പൊ ഇനി എന്നെ കുട്ടുമണിക്കുട്ടെന്ന് വിളിക്കാം. KMK എന്ന് വിളിച്ചാൽ അത് മതിയോ? ഓക്കെ, എനിക്കതാ ഇഷ്ടം. അതാണ് ഇഷ്ടം. ഓക്കെ, എന്നാ മിസ്റ്റർ KMK, എന്തോ ഞങ്ങൾ എന്തിനാ എഴുന്നേറ്റ് ഒന്ന് കൈയടിച്ചെന്ന് അറിയാമോ? പാടി തീർത്തല്ലോ എന്നോ. ആ ആശ്വാസത്തിനല്ല, പിന്നെ ഞങ്ങളെ എണീപ്പിച്ചത് എന്താന്ന് വെച്ചാൽ ആ കംബാക്ക് ആണ്. പിന്നെ ആ ഫീല്, പാടിയതിലുള്ള ഫീല്, നമ്മുടെ കുറച്ച് നാൾ നമ്മൾ മിസ് ചെയ്ത KMK തിരിച്ചു വന്നിരിക്കുന്നു. താങ്ക് യു. അപ്പൊ എനിക്ക് ഏറ്റവും ഇന്ന് വളരെ വളരെ ഇഷ്ടപ്പെട്ടു ഒന്ന് പാടിയത്. ഏറ്റവും ഇഷ്ടപ്പെട്ട ഭാഗം എന്ന് പറയുന്നത് എന്നും ആ ജീവിത പൊന്മണി വീണയിൽ സുന്ദര സ്വരധാര ഉണരട്ടെ, അതും പിന്നെ ആ പുണ്യ ദാമ്പത്യ വർണ്ണവല്ലരിയിൽ ആനന്ദമുകുളങ്ങൾ ജനിക്കട്ടെ. ഇതൊക്കെ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു ഒന്ന് പാടിയത്. താങ്ക് യു മിസ്. ഉഗ്രനായിരുന്നു, താങ്ക് യു. നല്ല ഫീൽ ഉണ്ടായിരുന്നു. താങ്ക് യു. അനുപല്ലവി മുതൽ അങ്ങോട്ട് പിടിച്ചങ്ങോട്ട് കേറി. താങ്ക് യു മിസ്. താങ്ക് യു. അവസാനത്തെ ആ ഗ്ലൂം ഒഴി 2 ഗ്ലൂംസ് അത് മാത്രമാണ് ഇന്നത്തെ ഒരു ചെറിയ പ്രശ്നം. പിന്നെ ഇന്നും അനുപല്ലവി കേട്ട് വരുന്ന മംഗളം നേരുന്നു ഞാൻ തുണ്ടുപല്ലവി നിർത്തുന്ന ഭാഗമല്ലേ, അത് കുറച്ചും കൂടി സസ്റ്റൈൻ ഉണ്ടെങ്കിൽ നല്ലതായിരുന്നു. പെട്ടെന്നങ്ങ് നിർത്തി, ശ്വാസം കിട്ടാത്തോണ്ടാണോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ, പെട്ടെന്നങ്ങ് നിർത്തി. അത് ശ്രുതി പിരിഞ്ഞു പോയി നീ എങ്കിലും ഇന്നും മംഗളം നേരുന്നു ഞാൻ. സസ്റ്റൈൻ അവിടെ കൂടി കുറച്ചും കൂടി വേണമെന്ന് എനിക്ക് തോന്നി. അതേ ഉള്ളൂ, ബാക്കിയെല്ലാം അതിഗംഭീരം. ഓക്കെ, എന്തായാലും വളരെ സന്തോഷമായി ഇന്ന്. ഹാപ്പിയായി ഞങ്ങൾ എല്ലാവരും ഹാപ്പിയാണ്. താങ്ക് യു. ഈ പാട്ടില് ഈ 12 സ്ട്രിങ് ഗിറ്റാർ ഭയങ്കര ഒരു മൂഡാണ്. ദേവരായ മാസ്റ്ററുടെ പല പാട്ടുകളിലും നമുക്ക് കേൾക്കാൻ പറ്റും. പിൽക്കാലത്ത് സുന്ദരി നിൻ തുമ്പ് കെട്ടിയിട്ട് ചുരുൾമുടി, അതിലും 12 സ്ട്രിങ് ഗിറ്റാർ കേൾക്കാം. അപ്പൊ അതിനൊരു പ്രത്യേകതയുണ്ട്. അത് തീർച്ചയായിട്ടും ആ ശബ്ദം കേട്ടപ്പോഴത്തേക്കും ഒരു ഭയങ്കര സന്തോഷമായി. അതിന്റെ മ്യൂസിക് ഈ പാട്ടിൽ എന്റെ ഫേവറേറ്റ് ബീജിയം അത് തന്നെ. അതന്നെ അതിനൊരു മൂഡുണ്ട് അല്ലെ. ആ മൂഡുണ്ട്, ആ മൂഡിലേക്ക് വന്നു. പക്ഷെ പൂർണ്ണമായിട്ട് വന്നോ എന്ന് പറഞ്ഞാൽ ഒരു കപ്പ് ബിറ്റ്വീൻ ദ കപ്പ് ആൻഡ് ദ ലിപ്പ് എന്ന് പറയില്ലേ, അതിന്റെ ഇടയിലൂടെ ഒരാൾ ഇറങ്ങിപ്പോയി. അല്ല, ഒരു മാർക്ക് ഇറങ്ങിപ്പോയി, ഒരു മാർക്ക് ചോർന്നു പോയി. അപ്പൊ ആ ഒരു മാർക്ക് എന്റെ അടുത്ത് പറഞ്ഞു, ഞാൻ എന്ത് ചെയ്യാൻ, ഞാൻ മാക്സിമം ഞാൻ ട്രൈ ചെയ്തു, പരമാവധി പിടിച്ചു ശ്രമിച്ചു. എന്നിട്ട് ആദ്യമെങ്കിലും ഇവിടെ നിർത്തിയിട്ട് പോവാന്ന് വിചാരിച്ചു. പക്ഷെ മനസ്സില്ലാ മനസ്സോടെ പോയി കളഞ്ഞു. മംഗളം നേരുന്നു എന്ന് പറഞ്ഞിട്ട് പോയി. ബൈ ബൈ പറഞ്ഞു. ടാറ്റാ ബൈ ബൈ. അപ്പൊ ഇറ്റ് ഈസ് ഗോയിങ് ടു ബി 99 on 100 for കുട്ടുമണിക്കുട്ടൻ ടുഡേ. നമ്മൾ വീണ്ടും കേറി വന്നു അല്ലേ, ഇനിയും വരണം. കുട്ടുമണിക്കുട്ടനാണ് പെർഫോമർ ഓഫ് ദ ഡേ. ടോപ് സിംഗറിന്റെ കുട്ടി സൂപ്പർ സ്റ്റാറിന്റെ കിൻഡർ മോക്സിന്റെ ഒരു സ്റ്റൈലിഷ് ആയിട്ടുള്ള ഗിഫ്റ്റ് ആണ് കേട്ടോ അത്. താങ്ക് യു. ബൈ.